ഭയങ്കര ഒരു പ്രയാസത്തിൻ്റെ വർഷമായിരുന്നു. കാരണം കഴിഞ്ഞ പ്രയാസത്തിൻ്റെ വർഷം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു മറ്റൊരു രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്തു. ഞങ്ങൾക്കിപ്പോൾ രാവിലെ 7 മണിക്ക് എനിക്ക് ജോലിക്ക് പോകണം. 65 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർമെൻ്റാണ്, അവിടുത്തെ സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ട് ജോലിക്ക് പോകാതിരിക്കുന്ന ഒരു സമയം, അതുകൊണ്ട് അതൊരു നല്ല കാര്യമില്ല. നമുക്കിഷ്ടമുള്ളപ്പോൾ എഴുതിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതോടുകൂടി വരുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം. എന്നാൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വളരെ യാദൃശ്ചികരമായിട്ട് കഴിഞ്ഞ മെയ് മാസം ഓൾമോസ്റ്റ് 1 വർഷമാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അമേരിക്കയിലായിട്ട് ഓൾമോസ്റ്റ് 40 വർഷം ഞങ്ങളവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ചെന്നതിൻ്റെ ഒരാളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ ആയിട്ട് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് പഠിക്കാന്നുള്ളതാണ്. കാരണം അവിടെ ഡ്രൈവിംഗ് ചെയ്യാതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് ഒരാൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവരാദ്യം ചെയ്ത് ഡ്രൈവിംഗ് പഠിക്കണം. ഞാൻ പറഞ്ഞ താല്പര്യം ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ടെസ്റ്റുകളൊക്കെ 2-3 പ്രാവശ്യം പാസ് എഴുതി തോറ്റു, പിന്നെ ജയിച്ചു. അവിടുത്തെ റിട്ടേൺ ടെസ്റ്റ് അതെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാം അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ പരിപാലിച്ചെങ്കിലും ഒരു അപകടത്തിൽ പോലും പെടാതെ കർത്താവ് അത്രയും നാൾ. എന്നാൽ ഈ മെയ് മാസം 25 ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പുള്ളിക്കാരത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സൈഡിൽ ഇരിക്കുന്നു. ഞാൻ ഇച്ചിരി റഫ് ഡ്രൈവാണ്, അവിടെ ഇച്ചിരി കോഷ്യസാണ്, സൂക്ഷിച്ചാൽ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഓടിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്ത് കൊണ്ട് ഓടിക്കുന്നു. അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചു യാദൃശ്യമായിട്ട് ഞങ്ങളുടെ വണ്ടിയിലെ പുറകിൽ വന്ന് ഒരുത്തരം വന്ന് ഇടിക്കുകയാണ്. എന്നിട്ട് ആ വണ്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്തിങ്ങനെ മാറുന്നു. 3 പ്രാവശ്യം ഇങ്ങനെ മാറാൻ മാറുന്നു. അതിങ്ങനെ നിന്നപ്പോൾ ടയർ രണ്ടും ഇങ്ങനെ സൈഡിൽ, ഞാൻ അടുത്ത സൈഡിൽ, ഡ്രൈവർ മൂടിലിരിക്കുക. ഞാൻ കാരണം ഒരു ഭയങ്കര ആക്സിഡന്റ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നത്തെ പോലെ ഓർക്കുന്നു. ഞാൻ അതിനകത്ത് പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് കടന്നൊരു വചനമുണ്ട്. യേശു നമുക്ക് എവിടെ പോയാലും നമുക്ക് ആരുണ്ട്? നമ്മുടെ കർത്താവ് മാത്രമേ. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ സാരപ്പെട്ട് പറഞ്ഞു. നീതിമാൻ, അത് നീതിമാന്റെ ഒരു വശമാണ്. പിന്നെ അടുത്ത ഭാഗത്ത് വേറെ പറയുന്നത് നീതിമാന്റെ അനർത്ഥങ്ങൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവ എല്ലാത്തിൽ നിന്നും ദൈവം അവനെ എന്ത് ചെയ്യുന്നു? Many are the afflictions of the righteous, but God delivered them out of them all. അവ എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? Praise the Lord. Hallelujah. അപ്പോൾ ജീവിത സാഹചര്യത്തിന് മധ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രതികൂലങ്ങളുണ്ടാകും. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പല നിലകളിലും പല ജീവിതങ്ങളിലും. അതിന്റെ മധ്യത്തിലാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്? കരുതുന്നത്, സൂക്ഷിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് ശാരദനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനിതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആത്മാവിൽ ഞാനിങ്ങനെ ചിന്തിച്ച് കർത്താവിയുടെ ഞാൻ എന്താണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞൊരു വചനത്തിനാണ് മുമ്പ് കഴിഞ്ഞ് എൻ്റെ വചനം ഹൃദയത്തിനകത്ത് പ്രകാശം നൽകുന്ന ഒരു വചനമാണ് നമ്മൾ അല്പമായി ചിന്തിക്കുന്നതിൻ്റെ പുസ്തകം. അത് നീതിമാനോട് ബന്ധപ്പെട്ടുള്ളതാണ്. ആരാണ് നീതിമാൻ? ദൈവം ഒരുവനെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവനെ എങ്ങനെയാണ് നീതിമാൻ എന്ന് പറയുന്നത്? മനുഷ്യൻ നീതിമാനാകാൻ, ജഡത്തിൽ ജനിച്ച മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനാകാൻ നോക്കും? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ. അതിൽ എല്ലാത്തിന്റെ ഉത്തരമാണ് ഇത് നമ്മൾ ചിന്തിക്കുന്നത്.